ഖബറിടങ്ങൾ എന്ന ആശയം ഹിന്ദുമതത്തിലേക്ക് നമ്മൾ ലോകത്തിൽ പലവരും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് തന്നെയാണ് പല ആശയങ്ങളും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ ക്ഷേത്രം എന്ന സങ്കല്പം തന്നെ വേദകാലഘട്ടത്തിലൊന്നുമില്ല. അത് വേദവുമായിട്ട് ഒരു ബന്ധവുമില്ല. വേദകാലഘട്ടത്തിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളൊന്നും വേദവ്യാസനൊന്നോ അമ്പലവും ഇതൊന്നും ആയിട്ട് ആ കാലഘട്ടത്തിൽ ഇല്ല. പിന്നെ വിദേശത്താണ് ഈ ക്ഷേത്ര. എന്തുകൊണ്ടാണ് അത് വേദങ്ങളിൽ അതില്ലാത്തത്? വേദങ്ങളിൽ ഈശ്വരൻ എന്ന ശക്തി, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഈശ്വരൻ എന്ന ശക്തി ബ്രഹ്മമാണ്, അത് നിർഗുണമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ ആരാധിക്കുക, അതിന് രൂപവും ഭാവമൊന്നുമില്ല, കയ്യും കാലുമില്ല, ഒന്നുമില്ല, അത് ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല, ഒന്നുമില്ല, ഒരു കാര്യത്തിലും തലയിടാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊന്നിലും തലയിടാതെ അങ്ങനെ നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതായത് പ്രപഞ്ചം ഏതിൽ നിന്ന്, ഏതോ ഒരു ശക്തിയിൽ നിന്ന് വന്നു പ്രപഞ്ചം, അത് ഇലക്ട്രോണായി പ്രോട്ടോണായി പ്രപഞ്ചമായി മാറി. പക്ഷേ അതിനെ അപ്പോൾ ഒരു രൂപത്തിലൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മത്തിനൊരു ക്ഷേത്രമില്ല. പിൽക്കാലത്താരെങ്കിലും പക്ഷേ അങ്ങനെ സ്ഥാപിക്കുമ്പോഴും അതൊരു ക്ഷേത്രമല്ലാത്ത തരത്തിൽ ഒരു തറയിലെല്ലാം നമ്മളെ ഓച്ചിറയിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം പിൽക്കാലത്ത് ഉണ്ടായതുമാണ്. ആ കാലഘട്ടത്തിൽ ബ്രഹ്മത്തിന് അവിടെ അവർ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ക്ഷേത്രവും ഇല്ല, ഈശ്വരൻ്റെ രൂപവും ഭാവമൊന്നുമില്ല. അതിനകത്ത് ഒരു ക്ഷേത്ര രൂപത്തിൽ അവതരിപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി ക്ഷേത്രം കെട്ടിടങ്ങളെല്ലാം കെട്ടുന്ന പരിപാടി വിദേശത്താണ് വന്നതെന്നാണ് കാണുന്നത്. വിദേശത്താണ് അത്. സെമിറ്റിക് മതങ്ങളുടെ സംഭാവനയാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഒരു കല്ല് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഈശ്വരനെ സ്ഥാപിക്കുക എന്ന പരിപാടി, ഒരു കല്ലിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈശ്വരനെ സ്ഥാപിക്കുന്നത്? ഈശ്വരൻ കല്ലിൻ്റെ അകത്താണെന്നുള്ള സങ്കല്പത്തിൽ ഒരു കല്ല് കെട്ടിയിട്ട് വേർതിരിക്കും. ഈശ്വരൻ അങ്ങനെ സ്ഥലമൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമായ അതിനെ ഉൾക്കൊള്ളുന്ന അങ്ങനെ ഒരു കല്ലിലൊന്നും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ അത് വിദേശത്തെല്ലാം വന്നിട്ടുണ്ട്. ഭാരതത്തിലും അതിൻ്റെ അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഭാരതത്തിൽ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്നാണ് കാണുന്നത്. പുരാതന ക്ഷേത്രങ്ങൾക്ക് എത്ര പഴക്കമുണ്ട്, അത് വിദേശത്തോ അതിനും അതിൻ്റെ മുമ്പിലും തന്നെയെല്ലാം കാണുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ അനുകരിച്ച് തന്നെയാണ്. ഇത് അനുകരണം ഒരു കൂട്ടർ മാത്രമൊന്നുമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അനുകരിച്ച് തന്നെയാണ്. പിന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ദൈവത്തെ ക്ഷേത്രത്തിൻ്റെ അകത്താക്കി, അല്ലെ പള്ളിയിൽ അമ്പലത്തിൻ്റെ അകത്ത് പള്ളിൻ്റെ അകത്ത് അതിനെന്തോ ഒരു വിശുദ്ധി. ആ ഈശ്വരൻ നമ്മളെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതിനെ അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ടെന്ന് വേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരിക്കും ജനിക്കുന്നില്ല, ജനിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് രൂപവും ഭാവമില്ല എന്ന്. രൂപമില്ലാതെ പിന്നെ എങ്ങനെയാണ് രൂപത്തിൽ അവതരിപ്പിക്കുക? അപ്പം പിന്നെ കാലം വന്നപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദേവതകളെയും എടുത്തിട്ട് ആരാധിക്കാൻ തുടങ്ങി. പുറമേയുള്ളവരും അങ്ങനെയെല്ലാം വന്നു. പിന്നെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വേദം ഒരു മതഗ്രന്ഥമല്ല. ഈ മതം തന്നെ ഉണ്ടായത് പുറത്തുനിന്ന് മതം വന്നപ്പോൾ നമുക്ക് മതം വേണമെന്നുള്ള ഇടയിൽ വന്നതാണ്. വേദം ഒരു മതഗ്രന്ഥമല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പ്രപഞ്ച രഹസ്യം അടക്കിയ ഒരു പുസ്തകമാണ്. പക്ഷെ അതിനൊരു മതമാക്കാനോ അതിൻ്റെ പേരിൽ ഒരു മതമെല്ലാം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതും അതിന് പ്രേരണ ചെലുത്തിയതും മറ്റുള്ള മതങ്ങളാണ്. അപ്പം എല്ലാം മറ്റുള്ളതിൻ്റെ ഒരു ഇതിലേക്കൂട്ട് വന്നതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ള കൊടിമരം നമുക്കിപ്പം പള്ളിയിലെല്ലാം കാണാം. ആനേനെ കാണാം, വെഞ്ചാമരം അതെല്ലാം അവിടെ കാണാം. ആ രൂപത്തിൽ അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ജന്മദിനത്തിന് ക്രിസ്മസ് കേക്ക് എടുത്തിട്ട് ജന്മദിനാഘോഷിക്കുന്നു. അപ്പം അങ്ങനെയല്ല ഇത് മാറിയിട്ടുണ്ട്.
അതുമാത്രമല്ല, ഈ ഖബറിടം എന്ന് പറയുന്നത് ഒരു വേറൊരു മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന് കാണുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിളക്കാണ് കത്തിച്ചു വെക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളിലും വിളക്കുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ കുരിശുമുണ്ട്. പക്ഷെ വിദേശത്ത് നോക്കി ഇത് കാണുന്നു. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള അങ്ങനെയല്ലാതെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുക്കും. അത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ അവർക്ക് ഖബറിടമുണ്ട്. മരിച്ച പ്രധാന വ്യക്തികളെയെല്ലാം ഏകദേശം ദൈവത്തോട് അടുത്തതായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വക്താവായിട്ടെല്ലാം കണ്ടുകൊണ്ട് ആരാധിക്കുന്നുണ്ട്. അതിൽ വളരെ അവിടെ വിളക്ക് എത്തിക്കും. കാരണം അതെല്ലാം ഇവിടുന്ന് വന്നതാണ്. അവർക്ക് ആചാരങ്ങൾ, അവരുടെ ഉറൂസ് എന്നെല്ലാം പറയുന്നതിലുള്ള ആചാരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിലുള്ള അതേ സമാനമായി വരുന്നുണ്ട്. ഇതെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുക്കുക. അതിലൊന്നും വേറെ കുറ്റമൊന്നും പറയാനൊന്നും പറ്റില്ല. ഇങ്ങനെ തന്നെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അല്ല ശുദ്ധമായിട്ടൊന്നുമല്ല, അല്ല വേദത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അത്തരം വിഭാഗങ്ങളുടെ പള്ളിയുടെ കൂട്ടത്തിൽ ഈ ഖബറു ചേർത്ത് വെച്ചുകൊണ്ട് അതിലാണ് ഏറ്റവും അധികം ജനം ആകർഷിക്കുന്നത്. അവർ മാത്രമല്ല, ഈ ഹിന്ദു മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഈ ഖബറിൽ പണം ഇടുന്ന ഒരു പരിപാടി ഞാൻ ചെറുതിലേ എനിക്കറിയാം. കണ്ണൂരിൽ ബസ്സിലോട്ട് പോകുമ്പോൾ പൈസ എറിയുന്ന ഒരു പരിപാടി ചിലയിടത്ത് ഒരു ഖബറ് കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടെയും കാണുന്നുണ്ട്, പലയിടത്തുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഈശ്വരനെ കാണാൻ പറ്റില്ല. ഈശ്വരനുണ്ട് എന്നെല്ലാം പറയല്ലാതെ എന്നാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പോരാ. അത് കണ്ടിരുന്നെങ്കിൽ ഒരു നമുക്കെന്തൊക്കെ കാലിലെല്ലാം കയറി പിടിച്ച് നമ്മൾ ആവശ്യം പറയാമായിരുന്നു. അപ്പോൾ അതിലും കൂടി നല്ലത് ഇത്തരം മരിച്ച വ്യക്തികളെ ഈശ്വരനോട് അടുത്താണെങ്കിൽ അവരെ സമീപിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഒരാളുണ്ട്. എന്തായാലും ജീവനോടെ ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സഹായിക്കാൻ പറ്റുമെങ്കിലും അതാണ് കുറച്ചും കൂടി എളുപ്പം. മുഖ്യമന്ത്രിനെ കാണുന്നതിനെക്കാട്ടി നല്ലത് ആരുടെ അടുത്തോട്ട് പോകുന്നതാണ്? ആ പി എൻ്റെ അടുത്തോട്ട് പോകുന്നതാണ്. മറ്റേ കാണാൻ വലിയ പാടാണ്. പി എമാരുണ്ടാവും, അവരിലോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കാം. ഇതെല്ലാം മനുഷ്യ അവനവൻ്റെ അനുഭവത്തിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ബേസിലാണ് ഇതെല്ലാം ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് നമ്മളെ സ്വാധീനിക്കും. നമ്മളിൽ ഈ ആചാരങ്ങൾ വരും. മരിച്ച ആൾക്കാരെ നമുക്ക് ആരാധിച്ചു കൊടുക്കും. ഈശ്വരനെ കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രിനെ എല്ലാം കാണണ്ടെങ്കിൽ പാടാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ മരിച്ച വ്യക്തികൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുമെങ്കിൽ അതിന് ഒരു വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറയുന്നതിന് വേദത്തിലെയോ ഉപനിഷത്തിലെയോ എന്തൊക്കെ ഒരു പദം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സമാധി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് ഈശ്വരനായി, അതായത് സമാധിയായ ഈശ്വരനായി എന്നുള്ളൊരു സങ്കല്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മരിച്ചിട്ടില്ല, ഇപ്പോഴുണ്ട് ജീവനോടെ. അവർ ബലവാന്മാരാണ്, അവർ ഈശ്വരനുമായിരിക്കുകയാണ്. അപ്പം പിന്നെ അവിടെ പോയപ്പോഴും പിന്നെ ഈശ്വരൻ അപ്പോൾ ആ ആൾ ജനിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിച്ചതിനും തെളിവുണ്ട്. പണ്ട് കാലത്ത് ഭാരതത്തിൽ അല്ല കേരളത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. വടക്കേ മലബാറിൽ മനുഷ്യർ ധീരരായ ചില പോരാളികളെയെല്ലാം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കെട്ടിയ അതല്ലേ തെയ്യങ്ങൾ. ഇപ്പം ജനത്തിനൊരു പണ്ട് നമുക്ക് വേണ്ടി നിന്ന കക്ഷിയാണ്. ഇപ്പം ദൈവമായെങ്കിൽ ഈ ദൈവത്തിലൊക്കെയാണ് കുറച്ചും കൂടി. അത് സാധാരണ മനുഷ്യനെ ആകർഷിക്കാൻ പറ്റുന്ന ചില വഴികളെല്ലാം ഓരോ കാലത്ത് ഉരുത്തിരിഞ്ഞ് വരും. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം ബ്രഹ്മം തന്നെയാണെന്നാണ് വേദം പറയുന്നത്. അതൊന്നും വേദത്തിന് എതിരായിട്ട് വരുന്നില്ല. കാരണം എല്ലാം ബ്രഹ്മമല്ലേ, നമ്മളും ബ്രഹ്മമാണ്, കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. അത് വേദത്തിൻ്റെ തത്വം അതാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഇതും ബ്രഹ്മം തന്നെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ടല്ലേ യുക്തിവാദികൾ ഡിങ്കനെ ആരാധിക്കുന്നു. തെറ്റെന്താണ്? ഇപ്പം നാരായണ ഗുരുസ്വാമി എന്താ ചെയ്തത്? അവസാനം കണ്ണാടിയെല്ലാം എടുത്തോളൂ. കാരണം എല്ലാം ബ്രഹ്മമാണ് ആ തത്വം. അങ്ങനെയാകുമ്പോൾ ഇതിലും തെറ്റൊന്നുമില്ല, അങ്ങനെ ആരാധിക്കാം. പിന്നെ സമാധി എന്ന് പറയുന്നതിൽ ഏതാണ് സമാധി എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. കാരണം സമാധി എന്ന് പറയുന്നത്
ബ്രഹ്മവുമായിട്ട് ചേരലാണ്, പരമാത്മാവുമായി. മരണവും സമാധിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് അടുത്തതിൽ പറയും. അപ്പം സമാധി എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. ജീവാത്മാവ് എന്ന് പറയുന്നതാണ് ഈ നമ്മൾ. അതെന്താണെന്നെല്ലാം പിന്നീട് ഉപനിഷത്തിലൂടെ വളരെ വ്യക്തമായിട്ട് സയൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, പക്ഷേ അതിൻ്റെ പ്രേരണയാലാണ് ഈ ജീവാത്മാവ് ഉണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ നിർഗുണമായ ബ്രഹ്മം, പരബ്രഹ്മം ഒരു സ്വഭാവം, ഞാനെന്നൊരു സ്വഭാവം ഉണ്ടാക്കണം. അപ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ ഗാഠനിദ്രയിൽ ഞാനില്ല. അപ്പോൾ ഇത് രണ്ടും ഏകദേശം അടുത്ത് കിടക്കുകയാണ്, ചേർന്നിട്ടില്ലേ, അടുത്ത് കിടക്കുകയാണ്. അതൊന്ന് അകന്നു നിന്നും ആക്റ്റീവ് ആകുമ്പോഴാണ് ഞാനെന്ന വികാരം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഈ ജീവാത്മാവിലെ ഞാനെന്ന വികാരം ഉണ്ടാക്കുന്ന ശക്തി ഈ ജീവാത്മാവാണ്. അപ്പം ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നതിനാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സമാധി എന്നെല്ലാം പറയുന്നത്. അപ്പം ഈ ജീവാത്മാവിനും പരമാത്മാവിനും ഒരു രൂപവും ഭാവമില്ല, അതിനെ ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല, അങ്ങനെയുള്ളൊരു സാധനമാണ്. അപ്പം അവ തമ്മിൽ ചേരുമ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റില്ല, ഇമ്പോസിബിളാണ്. കാരണം അത് കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് വേദത്തിനെതിരാണ്. വേദത്തിൽ അങ്ങനെ ജീവാത്മാവ് പോകുമ്പോൾ കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയാനും പോകുന്നില്ല. കാരണം ഇത് രണ്ടിനും രൂപമില്ലാത്ത സാധനമാണ്, ജീവാത്മാവ് പരമാത്മാവായിട്ട് ചേരുന്നത്. അപ്പോൾ ഒരാൾ സമാധിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നോക്കി ആ വ്യക്തിക്ക് അല്ലാത്ത സമയത്ത് ഉള്ളിൽ തോന്നുക എന്നതിൽ കവിഞ്ഞ് അയാൾക്കൊരു ഇതെന്നെല്ലാം വിട്ടു, ഞാനെന്ന വികാരം വിട്ടു. ഞാനെന്ന വികാരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയില്ല, ഒന്നും കാണാനും കേൾക്കാനും പോകുന്നില്ല, ആ അവസ്ഥയിലെത്തി. ബ്രഹ്മസമാനമായി പോയി. ബ്രഹ്മസമാനമായി എന്നേ ഉള്ളൂ. അത് ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഈശ്വരനാണ്, നമ്മളും എല്ലാം ഈശ്വരമാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് ഏതിനെയും എടുത്തിട്ട് ബ്രഹ്മമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വ്യക്തിക്ക് ആ ഫീലിങ് വ്യക്തിയിലേ ഉണ്ടാകുള്ളൂ, അല്ലാതെ അത് പുറത്തോട്ട് ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇറങ്ങിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ ജീവൻ പോകുക എന്നെല്ലാം പറയുന്നത് അതൊരു ആലങ്കാരികമായൊരു ഇതാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്നതിനെ പോലെയാണ് ജീവാത്മാവ്. ഒരു സോഫ്റ്റ്വെയറാണ് ആഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പ്യൂട്ടർ പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ എടുത്തിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ സോഫ്റ്റ്വെയർ അതോടുകൂടി ഫങ്ഷൻ ഒന്ന് നിൽക്കും, അതിൽ കൂടുതലൊന്നും ഇല്ല. അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ നശിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ നശിച്ചിട്ടുള്ളൂ. അതേ സോഫ്റ്റ്വെയർ തന്നെ വേറെ എടുത്ത് കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. അത് വിൻഡോസിലാണ് ഉള്ളത്, അത് വേറെയുടെ ദൂരത്താണ്. അതിൻ്റെ കോപ്പി എടുത്തിട്ട് വേറെ ലോഡ് ചെയ്യാം. അതേ പ്രോഗ്രാം അവിടെ കാണും. ആ കമ്പ്യൂട്ടറിൻ്റെ ഗുണമനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ക്വാളിറ്റീസ് കാണിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഈ മരിക്കുമ്പം ജീവാത്മാവ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി എവിടെയോ പോകണമെന്നൊന്നുമില്ല. അവിടെ പോകുന്നു എന്ന് സങ്കല്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് വിൻഡോസ് എന്ന സോഫ്റ്റ്വെയർ മാതിരിയാണ്. അതെവിടെയാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ കമ്പ്യൂട്ടറൊന്നുമല്ല. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ലോഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇല്ലാതെയാകും. അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ ഇല്ല എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എവിടെയായിരുന്നുള്ളത് വിൻഡോസിലാണ്, വിൻഡോസിൻ്റെ കൈമിലാണ്. നമ്മളെ കമ്പ്യൂട്ടർ പോയതുകൊണ്ട് അതില്ലാതെ ഒന്നും ആകുന്നില്ല. അതുകൊണ്ട് എടുത്തിട്ട് വേറെ അടുത്തേക്ക് ലോഡ് ചെയ്യുക. അതുപോലെ മാത്രമേ ഉള്ളൂ മരണം. വേറൊരു ജന്മം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ നമ്മളെ ശരീരത്തിലാവുമ്പോൾ നമ്മളൊരു നാഡീ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോഴത് മുകളിലും താഴെയായിട്ട് നാഡികളുടെ കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ കൺട്രോളിങ് സെൻട്രൽ ഹൃദയത്തിലുമാണ്. അപ്പോൾ ഈ മുകളിൽ നിന്ന് താഴെ വരെയുള്ള നാഡികളെ നിശ്ചലമാക്കുന്നതാണ് സന്യാസത്തിലേക്കുള്ള വഴി.
അപ്പോൾ അതിനെപ്പറ്റി അടുത്തതിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സമാപ്തി ആരാകുന്നത്, സമാധി എന്നത് ആർക്കും കാണാനൊന്നും പറ്റില്ല. വേദാങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ജീവാത്മാവും പരമാത്മാവും ചേർന്ന് ഈ രണ്ടിനും രൂപമില്ലാത്ത ഒരു സംഗതിയാണ്. അതിങ്ങനെ പുറത്തു പോകുന്ന വായുവൊന്നുമല്ല, അത് അരൂപിയായ ഒരു സംഗതിയാണ്. അതിന് രൂപവും ഭാവവുമില്ല, ജീവാത്മാവിനുമില്ല പരമാത്മാവിനുമില്ല. അതൊരു പ്ലാനാണ്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ് പരമാത്മാവ്. അതിൽ അതിൻ്റെ ഒരു ഭാഗം കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ആ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മളെ വീട്ടിനൊരു പ്ലാൻ ഉണ്ടാവും. ഒന്നാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റെല്ലാം ഉണ്ടാക്കി വെക്കും. അതിൽ അടുക്കളയിലേക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അതാണ് ജീവാത്മാവ്. അതാണ് അടുക്കളയിൽ കൊടുക്കുക. ഇത്ര പൈസ നിനക്ക്, ഇത് വെച്ചിട്ട് നീ ഇത്തരത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് ജീവാത്മാവ്. അത് അടുക്കളയിൻ്റെയാണ്. വിദ്യാഭ്യാസത്തിനൊരു ചെറിയ ഫണ്ടുണ്ടാവും, ലോണിനൊരു ഫണ്ടുണ്ടാവും. ഇതെല്ലാം ജീവാത്മാക്കളാണ്, വ്യത്യസ്തം. പ്രധാനമായതാണ് പരമാത്മാവ്. പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിലുള്ള പ്ലാനാണ് പരമാത്മാവ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മളെ ജനിപ്പിച്ചത്. അതിനാണ് ജീവാത്മാവ് എന്ന്. ഈ പ്ലാനിനൊന്നും രൂപമൊന്നുമില്ല. ഇത് മനസ്സിന് എന്തോ ഒരു ഇതാണ്. അതിനെ കടലാസിൽ ഇങ്ങനെ വരച്ചെല്ലാം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. മനസ്സിലാണതുള്ളത് പ്ലാൻ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു അദൃശ്യമായ ഒരു പ്ലാനുണ്ട്. ലോകം ഇങ്ങനെ പോകും. നമ്മളെ ജനിതക ഘടനയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ നമ്മൾ വളരണം എന്നെല്ലാം പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാനാണ്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതിങ്ങനെ പുറത്തിറങ്ങി പോകുന്ന കാണുന്നില്ല, അത് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഈ ഏകദേശം അങ്ങനെയുള്ള മരിക്കുന്ന വിശിഷ്ട വ്യക്തികളിലൊക്കെയെല്ലാം ഓരോ ആ തരത്തിലേക്ക് നാളെ അത് മാറിക്കൂടായിക്കൊന്നുമില്ല. കാരണം ഈ ഖബർ എന്നൊരു ആശയം വളരെയധികം ജനത്തെ, ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വളരെയധികം ആ വഴിയിലേക്ക് തിരിയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഹിന്ദു മതത്തിലേക്കെല്ലാം വരും. പക്ഷേ ഈ വേദത്തിന് അനുകൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദത്തിന് അനുകൂലമാണെന്നുള്ള ഒരു വകുപ്പുമില്ല. കാരണം അതിനാണ് രണ്ടായി തിരിച്ചിരുന്നത്. ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്. ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഉപനിഷത്തുകൾ, ഇതെല്ലാം. സ്മൃതി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമായി ഉണ്ടാക്കുന്നതാണ്, ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. അത് പേര് മറ്റേന്നാണെന്നെല്ലാം പറയുമെങ്കിലും അതുമായിട്ട് ബന്ധമൊന്നും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഭാഗവതത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നോക്കാം. ഉദാഹരണത്തിൽ ഭാഗവതത്തിലെ 16-ാമത്തെ അധ്യായത്തിൽ 22 പറയുന്നുണ്ട്, നികൃഷ്ട ബ്രാഹ്മണ കുലത്തിൽ അകപ്പെടുന്ന വേദസ്വരൂപിയായ സരസ്വതിയെക്കുറിച്ച് ഓർത്തിട്ടാണോ ഭൂമിദേവി, ഒരു പശുവും കാളയും തമ്മിലുള്ള സംവാദം. പശു ഭൂമിയാണ്, ഭൂമി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ 3 കാലം പോയ ഒരു കാള ചോദിക്കുകയാണ്, നീ ദുഃഖിക്കുന്ന എന്തുകൊണ്ടാണ്? നികൃഷ്ട ബ്രാഹ്മണ കുലത്തിൽ അകപ്പെടുന്ന വേദസ്വരൂപിയായ സരസ്വതിയെ കുറിച്ചിട്ടാണോ? ഏത് കാലത്തിലെ? കലിയുഗം വന്നപ്പോൾ. കലിയുഗം വന്ന് നികൃഷ്ട ബ്രാഹ്മണ കുലം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത് വേദ പണ്ഡിതരാണ്. വേദങ്ങൾ പഠിച്ചവർക്കാണ് ബ്രാഹ്മണരെന്ന്. വേദത്തെ ഫോളോ ചെയ്യുന്നവർ അവരാണ് വേദം, അല്ലാതെ ജനിച്ചുകൊണ്ടുള്ള ബ്രാഹ്മണരെ അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടം ആകുമ്പോൾ വേദങ്ങൾ ആരുടെ കയ്യിൽ അകപ്പെടും? ഇത്തരം, അതായത് വേദസ്വരൂപിയായ സരസ്വതിയെ അകപ്പെട്ടുപോയി അവരുടെ കൈമേൽ വേദത്തിലെ ജ്ഞാനം അകപ്പെട്ടുപോയി. വേദത്തിലെ ജ്ഞാനമെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് എന്തെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഓർത്തിട്ടാണോ ഭൂമിദേവി വിഷമിക്കുന്നത്? കാരണം വേദങ്ങളെല്ലാം വേദത്തിലുള്ളതൊന്നും അല്ല പുറത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ വേദത്തിലെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാലോ, വേദം പറയുന്നത് എന്താണ്? ഭർത്താവ് മരിച്ച സ്ത്രീയോട് പറയുന്നത് എന്താണ്? നീ അവിടെ നിന്ന് എണീറ്റ് പോ, ഭർത്താവ് ശരീരം അവിടെ കിടക്കട്ടെ,
നീ നിൻ്റെ കുലത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തെ ഓർത്തുകൊണ്ട് വാഴുകൊടുത്തൊരു സമൂഹത്തിൽ ഇറങ്ങാനാണ്. വേദം ഏറ്റവും താഴെയുള്ളവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്നല്ലാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിന്ന് എന്താണ് കാണുന്നത്? അതേപോലെ തന്നെ വേദത്തിൽ ആത്മീയതയിലേക്ക് തിരിയുമ്പോഴുള്ള ആദ്യത്തെ തത്വം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണും. ഈ ലോകം മായയാണ്, ഇതെല്ലാം മായയാണ്, ഇത് വിട്ടുപോകണം. ഈ അച്ഛൻ അമ്മ ബന്ധുക്കൾ ഇതെന്നെല്ലാം പറയുന്നത് വെറും മായയാണ്. ഇതിലെല്ലാം വിരക്തി വന്ന് വിട്ടുപോയിട്ട് എല്ലായിടത്തും കാണുന്നിടത്തും ബ്രഹ്മത്തെ ദർശിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതാണ് വേദം പറയുന്ന ബ്രഹ്മജ്ഞാനം, ബ്രഹ്മതത്വം. നമ്മളത് ചിന്തിക്കാൻ പോലും പറ്റൂ. അപ്പം നമ്മൾ എത്രമാത്രം വേദത്തിൽ നിന്ന് അകന്നുപോയി. ഏത് ഉപനിഷത്ത് പോയാലും അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നത് ഞാൻ ബ്രഹ്മമാണ്, അത് ബ്രഹ്മമാണ്, ഇത് ബ്രഹ്മമാണ്, കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, പട്ടിയും പൂച്ചയും എല്ലാം ബ്രഹ്മമാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും എല്ലാം ബ്രഹ്മമാണ്. ഈ അവസ്ഥയിലേക്ക് ഉയരുകയാണ് ബ്രഹ്മതത്വത്തിൻ്റെ ലക്ഷ്യം, വേദത്തിൻ്റെ അടിസ്ഥാന തത്വം. അത് നമ്മൾ ചിന്തകൾക്കെല്ലാം എത്രയോ അകലെയാണ്. അപ്പം നമ്മൾ വേദങ്ങളിലൊന്നല്ല, നമ്മൾ നമ്മളുടേതായ മറ്റുള്ളതെല്ലാം അവരെന്തെല്ലാമാണോ ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ കലിയുഗത്തിൽ അതേ നടക്കുകയുള്ളൂ എന്നാണ് ഈ ഭാഗവതം പറയുന്നത്. കലിയുഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിനെ കലിയുഗം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ തന്നെയൊക്കെ പോകുക, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു തത്വമുണ്ട്, എല്ലാം ബ്രഹ്മമാണ്. നമുക്ക് എന്തിനേയും ബ്രഹ്മമായി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്തിനേയും ബ്രഹ്മമായി എടുക്കാം, അത് തെറ്റൊന്നുമല്ല. ആ അർത്ഥത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ, പക്ഷേ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണണം. അങ്ങനെയാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്, അതിലൊന്നും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ കാണാത്ത ദൈവത്തെ കാട്ടിയും മനുഷ്യന് ദൈവമായി മാറി എന്നൊരു വ്യക്തി പറയുമ്പോൾ അവരുടെ പിന്നാലെ പോകാനുള്ള ടെൻഡൻസി മനുഷ്യർക്ക് കൂടുതൽ. കാരണം കാണാതെ ഒന്നിൻ്റെ പിന്നാലെ പോയിട്ട് അവർ വിശ്വാസം അതിന് നല്ലത് കാണുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മളിപ്പം ഖബറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വിശ്വാസം ജനങ്ങളിൽ ഊട്ടിയിട്ടുണ്ട്. അത് മറ്റുള്ള മതങ്ങളിലെല്ലാം എല്ലാം ഈ ഖബറിലേക്ക് ഈ അവരുടെ ആ ഉത്സവത്തിലെല്ലാം എല്ലാ മതക്കാരും പോകുന്നു. ഞാൻ പറഞ്ഞില്ല, ബസ്സിൽ എല്ലാം പോകുമ്പോൾ പലയിടത്തും ഇങ്ങനെ പൈസ എറിയുന്ന കാണാം. കാരണം ജീവിച്ചിരിക്കുന്നവരിലോട്ട് പോകുന്നതാണ് കുറച്ചും കൂടിയും മുഖ്യമന്ത്രിയിലെത്താൻ PNൻ്റെ കൂടെ പോകുന്നു എന്നുള്ളൊരു നമ്മളെ മനസ്സിൻ്റെ ആ ഒരു വ്യവസ്ഥിതി അനുസരിച്ചാണ് നമ്മളെ കാര്യങ്ങൾ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇങ്ങനെ ഒരു വ്യക്തികളെ ആരാധിക്കുന്ന ഒരു നിലയിലേക്ക് കാലടുത്ത് തന്നെ പോകും. അപ്പോൾ അതിന് വേണ്ടത് പിന്നെ ഒരു നമ്മളെ ഇപ്പോൾ അതിന് പറയാൻ പറ്റുന്ന വേദത്തിലുള്ളൊരു വാക്കാണ് എന്ത്, ഇത് സമാധി. സമാധി ഏതാണ്? സമാധിയായെന്ന് പറഞ്ഞാൽ ഈശ്വരനായി മാറി എന്നുള്ളൊരു സങ്കല്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധി ഈശ്വരനായി മാറലാണ് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. കാരണം അങ്ങനെ നോക്കിപ്പോയാൽ പിന്നെ നമ്മൾ ഒരു തീരുവല്ലാതെ എത്തിക്കും. സാധാരണക്കാരന് വേണ്ടി അത് വേണ്ട, അത് പിന്നെ നമുക്ക് വേറെ ഒരു വിഷയമായിട്ട് നോക്കാം. ഇപ്പോഴിങ്ങനെ അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ അത് പോകുന്നതൊന്നും കാണാനൊന്നും പറ്റില്ല, നമ്മൾ തീരുമാനിക്കുന്ന ആ വ്യക്തിക്കേ അറിയാൻ പറ്റുള്ളൂ സമാധി ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ നാരായണ ഗുരുസ്വാമിയുടെ സമാധി എന്ന് പറയുന്നില്ല, ആ സമാധി മരിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരാണ് പറയുന്നത്. അല്ലാതെ നാരായണ ഗുരുസ്വാമി വന്നിട്ട് ഞാൻ സമാധിയായി എന്നൊന്നും ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളവരാണ് തീരുമാനിക്കുന്നത് സമാധിയാണോ ഇല്ലയോ എന്നുള്ളത്. അല്ലാതെ നാരായണ ഗുരുസ്വാമി സമാധിയായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ സമാധിയായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം കാണുന്നവർ തീരുമാനിക്കുകയാണ്, അത്രേ പറയാൻ പറ്റും. ജീവൻ പോകുന്നു. അപ്പം ജീവൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആശുപത്രിയിൽ നഴ്സുമാരുടെ മുമ്പിൽ വെച്ച് എത്ര ആളെ ജീവൻ പോകുന്നു. അപ്പം ജീവൻ ഒരാളുടെ മുമ്പിൽ നമ്മൾ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ജീവൻ പോകുന്ന സമയം നമുക്ക് കാണാൻ പറ്റും, ജീവൻ പോകുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ കാണുന്നത് സമാധി എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, സാധാരണ പോയതാണോ അല്ല സമാധിയായതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സമാധി എന്താണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കണം, അതിലൂടെ മാത്രമേ നമുക്ക് സമാധി എന്താണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിലൊന്നും ആവശ്യമില്ല.
കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്ത് ഈ സമാധി എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ചരിത്രം എന്താണ്, സയൻസ് എന്താണെന്നൊന്നും നോക്കുന്ന പരിപാടിയൊന്നുമില്ല. ആരെങ്കിലും വിശേഷപ്പെട്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയൊക്കെ സമാധി തന്നെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പക്ഷേ കോടതിയിൽ സമാധി പറ്റൂലല്ലോ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിന് കോടതിയിൽ വേണമെന്നൊന്നുമില്ല. നമ്മളെ ഓരോ മതത്തിൻ്റെ ആൾക്കാർക്ക് SNDP എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം ഉണ്ടല്ലോ, അവർ സമാധി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. വിശിഷ്ട വ്യക്തികളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ സമാധിയാക്കാം. പിന്നെ ഒരു അമ്പലം ഭാവിയിൽ ഇങ്ങനെയെല്ലാം വന്നുകൂടായിക്കൊന്നുമില്ല. കാരണം അതാണ് കുറച്ചും കൂടി ജനത്തിന് ഈ കാണാതെ ഈശ്വരനെ കാട്ടി ജനത്തിന് കുറച്ച് വിശ്വാസം. ആ വ്യക്തിയാണ്, കൊള്ളാം, അത് കുറച്ച് നല്ലൊരു വ്യക്തിയാണ്, അപ്പോൾ അങ്ങനെയിലൂടെ ഈശ്വരനെ എടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊരു നല്ല ആശയം തന്നെയാണ്. അതുകൊണ്ട് ഭാവിയിൽ അത് കഴിഞ്ഞ് നിയമത്തിലും വരുത്താലോ. സമാധിയാണെന്ന് ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സമാധിയായിട്ട് അംഗീകരിക്കണമെന്ന് പിന്നെ നിയമത്തിൽ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെയാണല്ലോ നമ്മൾ നിയമങ്ങളെല്ലാം മാറ്റി മാറ്റിയിട്ട് പുരോഗതിയിലേക്ക്, നമ്മളെ കലിയുഗത്തിലെ പുരോഗതിയിലേക്ക് കുതിക്കുന്നത്. കലിയുഗത്തിലെ പുരോഗതിയിലേക്ക്. പക്ഷേ ഇതിനൊന്നും വേദവുമായിട്ട് ബന്ധമൊന്നുമില്ലേ. വേദത്തിൽ നിന്നെല്ലാം നമ്മൾ പോയി. ഭാഗവതൻ തന്നെ പറയുന്നുണ്ട്, സരസ്വതി അവിടെ കിടന്നിട്ട്, വേദത്തിലെ സരസ്വതി അവിടെ കിടന്നിട്ട് ദുഃഖിച്ച് കഴിയുകയാണ്. ജ്ഞാനം, വേദജ്ഞാനം ദുഃഖിച്ച് കഴിയുകയാണ്. കാരണം ആ നിലയിൽ എത്തിപ്പോയി, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അതിലൊന്നും ഇനി നമുക്ക് ഈ കലിയുഗത്തിൽ ഇതൊന്നും ഇല്ല. അതിന് ഉണ്ടാകും എപ്പോൾ പ്രളയം നടക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ബ്രഹ്മത്തെ കൊണ്ട് ലയിക്കും. നമ്മളും എല്ലാം ബ്രഹ്മത്തിൽ ലയിക്കും തന്നെ തയ്യും. നമ്മൾ ബ്രഹ്മത്തില്ല, പക്ഷേ മരണവുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളിന്നും ജോലി ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ ജനിപ്പിക്കും. ജോലി തീർന്നവനെ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളൂ. അതാരും തീരുമാനിക്കണം? ആ ശക്തി തീരുമാനിക്കും. നമ്മളൊന്നും വിചാരിച്ചൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ സമാധി, വേദം പറയുന്ന സമാധി എന്ന് പറയുന്നത് ആ ശക്തി തീരുമാനിക്കുകയാണ്. ആ ശക്തി തന്നെയാണ് കർമ്മം തീർന്നോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് എടുത്തുകൊണ്ട് വന്നത്. അല്ലാതെ നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അതിന് കംപ്ലീറ്റ് വിരക്തി വരണം. ശുദ്ധ വിരക്തി വന്നാൽ അപ്പോൾ ഈ സമാപ്തി അല്ല സമാധി അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം, ഇതിനെല്ലാം കുറേ ലക്ഷണങ്ങളുണ്ട്. അത് വേദം വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് നമുക്ക് നോക്കാം. പക്ഷേ അതെല്ലാം തിയററ്റിക്കലാണ്. പ്രാക്ടിക്കലിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജനത്തിന് എന്താണ് തൃപ്തിപ്പെടുന്നത് അതിനനുസരിച്ച് കാലത്തിനകത്ത് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ശ്രുതികളിലൂടെയല്ല, സ്മൃതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നാളെ ഇതെല്ലാം സംഭവിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നാളെ ഇങ്ങനെ തന്നെയെല്ലാം വരും. കാരണം അല്ലാതെ മനുഷ്യനെ കുറച്ചും കൂടിയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥക്കനുസരിച്ചാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ മധ്യസ്ഥത്തിൽ ഒരാളുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അടുത്തെടുക്കാന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യരിലുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ഉദാഹരണം, നമ്മളെല്ലാം ഒരു സെക്രട്ടേറിയറ്റിലെല്ലാം കാര്യം നടത്തേണ്ടെങ്കിൽ നമ്മൾ വല്ല രാഷ്ട്രീയക്കാരെയും പിടിച്ചിട്ടാണ് ഒന്ന് നേരിട്ടാണ് എടുത്ത് ദൂരക്കളയും. അപ്പോൾ അനുഭവമുണ്ട്. അപ്പം ഒരു ഇടനിലക്കാരുണ്ടാകുന്നത് ജനത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്.